ഹായ്, നമുക്കിന്നൊരു ചട്ടിക്കഞ്ഞി ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കപ്പക്കുഴയാണ്. തനി നാടൻ സ്റ്റൈലിൽ കപ്പയും ചേമ്പും പപ്പായയും വൻപയറും കൂടി എല്ലാം ഇട്ട് കുഴച്ച ഒരു നാടൻ സ്റ്റൈലിലൊരു കപ്പക്കുഴയാണ്. ഈ കഞ്ഞിയൊക്കെ ആയിട്ട് അതങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പയറൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അടുപ്പിലേക്ക്. അതിനുശേഷം നമുക്ക് ചേമ്പും പപ്പായയും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതിന് അരപ്പ് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം, നമ്മുടെ തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് ഇട്ട് അരക്കേണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചൊന്ന് അത് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് അടുപ്പിലോട്ടൊരു ചട്ടി വെച്ചിട്ട് നമ്മുടെ ആ പപ്പായയും ചേമ്പും വേവിച്ച് വെച്ചത് അതിനകത്തോട്ടിട്ട് അരപ്പ് ഇട്ട് വൻപയർ ഇട്ടിട്ട് നമ്മുടെ കപ്പ വേവിച്ച് കൂടി ഇട്ട് ചെറു ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കണം കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങോട്ടിട്ട് കുഴച്ചോ. ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത്. നിങ്ങളുടെ അളവിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് താളിക്കാനായിട്ട് വെക്കാം കേട്ടോ. കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് അതിലേക്ക് ചെറു ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് വറ്റൽമുളക് കൂടെ ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനി താളിച്ച നമ്മുടെ കപ്പ ഉഴയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തനി നാടൻ സ്റ്റൈലിലെ കപ്പ ഉഴയുടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ചട്ടിക്കഞ്ഞി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് ചെറുള്ളി, പച്ചമുളക്, തൈരും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ തൈരൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ കഞ്ഞി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൻപയർ കൂടി ഓലത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ നമ്മുടെ കപ്പ ഉഴയും വെച്ച് ഒരു മാങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പിന്നെ കാന്താരിയും മുളകും കൂടി ഞാൻ കുറച്ചൊന്ന് എരിവിനായിട്ടൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ അതുകൂടി ഇട്ടാൽ പിന്നെ എന്ത് വേണം കഞ്ഞിക്കല്ലേ. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് കുടിച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കുഴയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.